എത്ര വിവരിച്ചാലും തീരാത്ത അത്ഭുതങ്ങൾ, എത്ര പ്രകീർത്തിച്ചാലും മടുക്കാത്ത ദേവീസ്തുതികൾ, അതിശയിപ്പിക്കുന്ന സംഭവങ്ങളും പിന്നെ വിശ്വാസങ്ങളും. കണ്ണൂർ മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിനെക്കുറിച്ച് എത്ര പറഞ്ഞാലും വിശ്വാസികൾക്ക് മതിയാവില്ല. മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ എത്ര അസാധ്യമെന്ന് തോന്നുന്ന കാര്യവും ദേവി നടപ്പാക്കി തരുമെന്നാണ് വിശ്വാസം. വാമൊഴിയായി കൈമാറി വന്ന ഐതിഹ്യങ്ങളും കഥകളുമല്ല, നമ്മുടെ ഇടയിൽ തന്നെ നടന്ന സംഭവങ്ങളാണ് വിശ്വാസികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. കേരള ചരിത്രത്തിലെ തന്നെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുമാണ് ഈ വീഡിയോ. പറഞ്ഞുപഴകിയ ഐതിഹ്യങ്ങൾക്കും പുരാണങ്ങൾക്കുമപ്പുറം ജീവിതത്തോട് ചേർന്നു നിൽക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് കണ്ണൂർ ജില്ലയിലെ മുഴകുന്നത്ത് സ്ഥിതി ചെയ്യുന്ന മൃദംഗശൈലേശ്വരി ക്ഷേത്രം. ഭഗവതി ക്ഷേത്രമായി മാത്രമല്ല, പഴശ്ശിരാജയുടെ പരദേവതാ ക്ഷേത്രമെന്നും കഥകളിയുടെ വന്ദനം ശ്ലോകം എഴുതപ്പെട്ട ക്ഷേത്രമെന്നും കലാകാരന്മാരുടെ പ്രിയപ്പെട്ട ഇടമായുമെല്ലാം തന്നെയും മൃദംഗശൈലേശ്വരി ക്ഷേത്രം അറിയപ്പെടുന്നു. സാധാരണയായി കേട്ടുപരിചയമില്ലാത്ത പേര് തന്നെയാണ് അതിശയിപ്പിക്കുന്ന കാര്യങ്ങളിലൊന്ന്. ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ടതാണ് ഈ പേരും. പണ്ടെപ്പോഴോ സ്വർഗത്തിൽ നിന്നും സംഗീത സ്വരൂപിണിയായ ദുർഗാ ഭഗവതി ഈ പ്രദേശത്ത് ഒരു മിഴാവിന്റെ രൂപത്തിൽ താഴേക്ക് പതിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അന്ന് ആ മിഴാവ് അഥവാ മൃദംഗം വന്നു വീണ ഇടമാണ് മൃദംഗശൈല നിലയം ആയതും പിന്നീട് മിഴാവ് കുന്നായതും. വീണ്ടും മിഴാക്കുന്നും മുഴക്കുന്നുമായി അവസാനം മുഴക്കുന്നിലെത്തി നിൽക്കുകയാണ്. ക്ഷേത്രത്തിനുള്ളിൽ മിഴാവ് വന്നു വീണു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഭാഗം കാണാം. അവിടെ അല്പം കുഴിഞ്ഞാണ് ഭൂമിയുള്ളത്. ശ്രീകോവിലിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് വാതിൽ മാടത്തിൽ ഇത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സരസ്വതി ദേവിയായും ഇവിടുത്തെ ഭഗവതിയെ കാണുന്നു. വിശ്വാസങ്ങളനുസരിച്ച് പരശുരാമൻ സ്ഥാപിച്ച 108 ദുർഗാക്ഷേത്രങ്ങളിലൊന്നായാണ് മൃദംഗശൈലേശ്വരി ക്ഷേത്രം അറിയപ്പെടുന്നത്. മുഴകുന്ന് മൃദംഗശൈലേശ്വരി ദുർഗാക്ഷേത്രം എന്നാണ് ഇതിന്റെ പേര്. പ്രധാന പ്രതിഷ്ഠ ദുർഗാദേവിയാണെങ്കിലും സരസ്വതി, ലക്ഷ്മി, കാളി എന്നീ സങ്കല്പങ്ങളിലും ഈ ദേവി പൂജിക്കപ്പെടുന്നു. മൃദംഗശൈലേശ്വരി ക്ഷേത്രം മൂകാംബിക ക്ഷേത്രത്തിന് തുല്യമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കേരളത്തിന്റെ സ്വന്തം കലാരൂപങ്ങളിലൊന്നായ കഥകളിയുടെ ഉത്ഭവവുമായും ക്ഷേത്രത്തിന് ബന്ധമുണ്ട്. കഥകളിയുടെ ആദ്യ രൂപമായ രാമനാട്ടം കൊട്ടാരക്കര തമ്പുരാന്റെ സംഭാവനയായിരുന്നു. അത് പരിഷ്കരിച്ചത് കോട്ടയം തമ്പുരാനാണ്. ഒരിക്കൽ ആട്ടക്കഥ എഴുതുമ്പോൾ അതിൽ സ്ത്രീരൂപം സങ്കല്പിക്കാൻ തമ്പുരാൻ ബുദ്ധിമുട്ടുന്നു. ആ കഥ ഐതിഹ്യമാലയിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം പരാശക്തിയോട് പ്രാർത്ഥിച്ച ആ സമയത്ത് ഭക്തവത്സലയായ ദുർഗാ ഭഗവതി ക്ഷേത്രക്കുളത്തിൽ നിന്ന് ഒരു സ്ത്രീ രൂപത്തിൽ പൊന്തി വന്നു. അത് ജഗദീശ്വരി കാണിച്ചു കൊടുത്ത ആ രൂപത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് തമ്പുരാൻ സ്ത്രീവേഷത്തിന്റെ രൂപം സൃഷ്ടിച്ചത്. ഇന്നും കഥകളിയിൽ ആ രൂപത്തിലാണ് സ്ത്രീവേഷം പ്രത്യക്ഷപ്പെടുന്നത്. അന്ന് മഹാദേവി പ്രത്യക്ഷപ്പെട്ട ആ കുളത്തിനും ഈ ക്ഷേത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ചരിത്രരേഖകളുടെ പിൻബലമില്ലെങ്കിലും ക്ഷേത്രത്തിന് 2000 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കോട്ടയം രാജാക്കന്മാരുടെ പരദേവതാസ്ഥാനമായാണ് ക്ഷേത്രത്തിനെ കരുതിപ്പോന്നിരുന്നത്. പഴശ്ശിരാജ യുദ്ധത്തിന് പുറപ്പെടും മുമ്പ് ഇവിടെയെത്തി ശ്രീ പോർക്കലിക്ക് ഗുരുതി പൂജ നടത്തിയിരുന്നതായും വിശ്വാസങ്ങളുണ്ട്. ഇന്നത്തെ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു പോർക്കലി ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നത്. യഥാർത്ഥത്തിലെ ആ ഗുഹാക്ഷേത്രം ഇന്നില്ല. ടിപ്പു സുൽത്താന്റെയും തുടർന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ആക്രമണങ്ങളിൽ കോട്ടയം രാജവംശം പരാജയപ്പെട്ടപ്പോൾ ക്ഷേത്രങ്ങൾക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. പലതവണ ആരാലും തിരിഞ്ഞു നോക്കാനില്ലാതായ ക്ഷേത്രത്തിലെ പൂജകൾക്ക് പോലും പലതവണ മുടക്കം വന്നു. 1907 മദ്രാസ് സർക്കാർ ഏറ്റെടുത്ത ഈ ക്ഷേത്രം പിന്നീട് HRCAയുടെ നിയന്ത്രണത്തിലായി. 2008 മലബാർ ദേവസ്വം ബോർഡ് രൂപവൽക്കരിച്ചപ്പോൾ ക്ഷേത്രം അതിന്റെ നിയന്ത്രണത്തിലായി. പിന്നീട് നാളുകൾ കഴിഞ്ഞാണ് ക്ഷേത്രം അതിന്റെ യഥാർത്ഥ പ്രൗഢി വീണ്ടെടുത്തത്. കേരളത്തിന്റെ മുൻ DGP ആയിരുന്ന അലക്സാണ്ടർ ജേക്കബ് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ അത്ഭുതങ്ങളെക്കുറിച്ച് ഒരു ചാനൽ പരിപാടിയിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹം കണ്ണൂർ ജില്ലാ സൂപ്രണ്ടായിരുന്ന കാലത്ത് ക്ഷേത്രത്തിൽ നടന്ന മോഷണങ്ങളും അതിന്റെ തുടർക്കഥകളുമായിരുന്നു അത്. ക്ഷേത്രത്തിലെ വിഗ്രഹം 3 തവണ മോഷ്ടിക്കപ്പെട്ടെങ്കിലും വിഗ്രഹം ക്ഷേത്രത്തിലേക്ക് തന്നെ തിരികെ എത്തിച്ച സംഭവമായിരുന്നു മുൻ DGP വിവരിച്ചത്. അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞ കഥ ഇപ്രകാരമായിരുന്നു. പാലക്കാട് റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു ആദ്യ തവണ മോഷണം നടന്നതിന് ശേഷം വിഗ്രഹം തിരികെ ലഭിച്ചത്. മുഴക്കുന്ന് ദേവീക്ഷേത്രത്തിലെ വിഗ്രഹമാണ് ഇതെന്ന കത്തും വിഗ്രഹത്തിനൊപ്പമുണ്ടായിരുന്നു. ക്ഷേത്ര പരിസരത്തു നിന്ന് 300 മീറ്റർ മാറിയാണ് രണ്ടാമത്തെ തവണ മോഷണം നടന്നതിന് ശേഷം വിഗ്രഹം ലഭിച്ചത്. 3ാം തവണ വയനാട്ടിൽ നിന്നാണ് ലഭിച്ചത്. വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു മോഷണക്കേസിൽ ചില കള്ളന്മാരെ പിടികൂടിയപ്പോഴാണ് വിഗ്രഹത്തിന്റെ ശക്തിയെക്കുറിച്ച് പോലീസിന് മനസ്സിലാകുന്നത്. ഈ വിഗ്രഹം മോഷ്ടിച്ചു കഴിഞ്ഞാൽ കള്ളന്മാരുടെ സമനില തെറ്റും. പിന്നെ അവർക്ക് എങ്ങോട്ട് പോകണമെന്ന് മനസ്സിലാവാതെ വരും. മാത്രമല്ല, ശരീരത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് അറിയാതെ മലമൂത്ര വിസർജനവും നടത്തും. അതോടെ കള്ളന്മാർ വിഗ്രഹം ഉപേക്ഷിച്ച് പോകുകയാണ് പതിവ്. ഇതോടെ ക്ഷേത്രത്തിലേക്ക് വിശ്വാസികളുടെ ഒഴുക്ക് തുടങ്ങി. എത്ര വലിയ അസാധ്യ കാര്യമായാലും ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ ഫലമുണ്ടാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ക്ഷേത്രത്തിലെത്തി നെയ്വിളക്കേന്തി ദേവിക്ക് മുന്നിൽ നിന്ന് മനമൊരുക്കി പ്രാർത്ഥിച്ചാൽ ഏത് അസാധ്യ കാര്യവും സാധിച്ചു കൊടുക്കുന്ന ക്ഷിപ്രപ്രസാദിനിയായ ശത്രുസംഹാര രൂപിണിയായ മഹാദേവിയാണ് ശ്രീ മൃദംഗശൈലേശ്വരി ദേവി എന്നാണ് ക്ഷേത്ര ചരിത്രം പറയുന്നത്. കലാരംഗത്ത് പ്രശസ്തരായ നിരവധി പേരുടെ പ്രിയപ്പെട്ട ക്ഷേത്രമാണിത്.
മുൻ കേരള മുഖ്യമന്ത്രി കെ കരുണാകരൻ, കേരള പോലീസ് മേധാവിയായിരുന്ന ജയറാം പടിക്കൽ, കർണാടക സംഗീതജ്ഞനായിരുന്ന വി ദക്ഷിണാമൂർത്തി തുടങ്ങിയവർ അവരിൽ പ്രമുഖരാണ്. ഓസ്കാർ ജേതാവ് റസൂൽ പൂക്കുട്ടിയും ഇവിടെ ദർശനം നടത്തിയിട്ടുണ്ട്. മുഴക്കുന്ന് ഗ്രാമത്തിന്റെ തെക്കേ അറ്റത്ത് പുരളിമലയുടെ വടക്കേ താഴ്വരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കോട്ടാണ് ക്ഷേത്രത്തിന്റെ ദർശനം. കാക്കയങ്ങാട് ഉരുവച്ചാൽ റോഡിൽ മുഴക്കുന്ന് ക്ഷേത്രം ബസ് സ്റ്റോപ്പിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രമേ ക്ഷേത്രത്തിലേക്കുള്ളൂ. വിവിധ കടകമ്പോളങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ATM സൗകര്യം എന്നിവയൊഴിച്ചാൽ പൊതുവെ ഇന്നും പഴയ ഗ്രാമീണ തനിമ നിലനിർത്തുന്ന പ്രദേശമാണ് മുഴക്കുന്ന്. നാലുപാടും മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രകൃതി രമണീയമായ ഒരു ഗ്രാമമാണിത്. കാക്കയങ്ങാട് ഉരുവച്ചാൽ റോഡിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ ക്ഷേത്ര കവാടം പണിതിട്ടുണ്ട്. അവിടെ നിന്ന് അല്പദൂരം നടന്നു വേണം ക്ഷേത്രത്തിന്റെ മുന്നിലെത്താൻ. ക്ഷേത്ര കവാടത്തിൽ ഇരുവശത്തുമായി ധാരാളം കടകൾ കാണാം. ഇവയെല്ലാം ക്ഷേത്രം പ്രൗഢിയിലേക്ക് കുതിച്ചുയർന്ന ശേഷം തുടങ്ങിയവയാണ്. ക്ഷേത്രത്തിന്റെ വടക്കുഭാഗത്ത് ഐതിഹ്യപ്രസിദ്ധമായ ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നതിനു വേണ്ടി തലശ്ശേരി, കൂത്തുപറമ്പ്, ഉരുവച്ചാൽ, ശിവപുരം, തില്ലങ്കേരി വഴി മുഴങ്കുന്നത്ത് എത്തിച്ചേരാൻ പറ്റും. മറ്റു വഴികൾ കണ്ണൂർ, മട്ടന്നൂർ, ഇരിട്ടി, കാക്കയങ്ങാട് വഴിയാണ്. മറ്റൊന്ന് തലശ്ശേരി, മട്ടന്നൂർ, ഇരിട്ടി, കാക്കയങ്ങാട് വഴിയും.